വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി 29ാം ഘട്ടം വിതരണം ചെയ്തു. കൊല്ലം പാരിപ്പള്ളി യൂണിറ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം എന്നിവയും നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശത്തിന്റെ 29ാം ഘട്ടം വിതരണം ചെയ്തു. പാരിപ്പള്ളി യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ പാരിപ്പള്ളി ജംഗ്ഷനിലായിരുന്നു പരിപാടി. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും നടന്നു. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. അസൂയോടുകൂടിയാണ് സത്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടപ്പാക്കുന്ന ഈ പ്രവർത്തനത്തെ നോക്കിക്കാണുന്നു. ഇവിടെ ശ്രീ രാജൻകുറുപ്പും ശ്രീ ദേവരാജനും സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും പറയുകയുണ്ടായി. നാമമാത്രമായ തുകയാണ് പ്രതിമാസം ഈ പദ്ധതിയിലേക്ക് അടക്കേണ്ടി വരുന്നത്. ഒരാൾ മരണപ്പെടുമ്പോൾ, ഏതെങ്കിലും ഒരു വ്യാപാര കുടുംബത്തിൽപ്പെട്ട അംഗത്വമുള്ള ഒരാൾ മരണപ്പെടുമ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നേരിയ ഒരു ചെറിയ തുക എടുത്ത് സഞ്ചിത നിധിയിലുള്ള ഫണ്ട് കൂടി വിനിയോഗിച്ചിട്ടാണ് ഈ 10 ലക്ഷം രൂപ ഒരു വ്യാപാര കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾക്കറിയാം, 5 പേർക്ക്, 5 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ക്രമത്തിൽ 50 ലക്ഷം രൂപയാണ് കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ഈ ചടങ്ങിൽ വെച്ച് ആ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്നത് കൂടി ഈ സമിതിയെ നല്ലതുപോലെ അടുത്തറിയുന്ന ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഉറപ്പു നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കാരണം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ചരിത്രം, ഈ സംഘടനയുടെ പ്രവർത്തനം കേരളത്തിന്റെ സാമൂഹ്യ സംഘടനാ രംഗത്ത്, സംഘടനാ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തേണ്ടുന്ന ഒരു ചരിത്രമാണ് സംഘടനാ ചരിത്രം. ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് G രാജൻകുറുപ്പ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ K എബ്രഹാം ആമുഖ പ്രഭാഷണം നടത്തി. BB ഗോപകുമാർ MLA വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. പാരിപ്പള്ളി SI വിഷ്ണു സജീവ ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. S വിജയൻ, A അൻസാരി, B പ്രമാനന്ദ, KS ബിനു, അഡ്വക്കേറ്റ് SR അനിൽകുമാർ, അഡ്വക്കേറ്റ് SS സിമ്മിലാൽ, G, BS ജയൻ, D സുഭദ്രാമ, MA സത്താർ, ശാന്ത മോഹൻ, വിഷ്ണു BS, ബേബി മോഹൻ, ലജിത വിനയൻ, മായാദേവി P, ആലപ്പാട്ട് ശശി, അജിൽ കാഞ്ഞിരമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു വലിയ ഉത്തരവാദിത്തമാണ് സംഘടന ഇവിടെ 29ാമത് ഘട്ടമായി MPയുടെ സൂചിപ്പിച്ചതുപോലെ 14.5 കോടി രൂപ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കുവാൻ കാണിച്ച സംഘടനയുടെ ഒരു വലിയ തീരുമാനം. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും കരുത്ത് എന്ന് പറയുന്നത് ആ പ്രസ്ഥാനത്തിലെ അംഗങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോൾ, ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതാണ് കേരളത്തിലെ ഏറ്റവും ശക്തമായ, ഏറ്റവും കരുത്തുറ്റ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇന്നിവിടെ നടത്തി. കേരളത്തിലെ ഏറ്റവും അധികം അടിത്തറയുള്ള ഒരു പ്രസ്ഥാനം, അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ആരുടെ മുന്നിലും മുട്ടുമടക്കാതെ പോയിട്ടുള്ളൊരു പ്രസ്ഥാനം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭരണകൂടങ്ങൾ ഈ സംഘടനയുടെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഈ സംഘടനയുടെ അംഗങ്ങൾക്ക് വേണ്ടി സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ അതിനെ അടിച്ചൊതുക്കാനുള്ള പലഘട്ട തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അത്തരം ഭീഷണികൾക്കൊന്നും തളരാതെ പ്രസ്ഥാനത്തിന്റെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി, ഒരു വലിയ ജനസമൂഹത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ആ സംഘടന ഇത്തരം ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ മുന്നോട്ട് പോയ ഒരു അനുഭവമാണ് കേരളത്തിൽ സംഘടനയ്ക്ക് പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.